ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഗ്സാഗ് ഗെയിമിംഗ് പ്ലേ. അപ്പോൾ ഗായ്സ്, എനിക്ക് ഇപ്പോൾ ജോലിയില്ലാതിരിക്കുകയാണ്. ഇപ്പോൾ വെളിയിലൊക്കെ നോക്കിയാൽ ഡിഫൻഡറും പിന്നെ ഒരു താർ റോക്സും കിടക്കണ കാണാം. ഈ താർ റോക്സ് എനിക്ക് കിട്ടിയത് ഒരു ചാലഞ്ച് വഴിയാണ്. അതായത് ഞാൻ അതായത് ഈ താർ റോക്സിന് കിട്ടിയിട്ട് 6 മാസമായി, ഒരു അരവർഷമായി. ഞാനാണെങ്കിൽ അരവർഷത്തിന് മുമ്പ്, അതായത് 6 മാസത്തിന് മുമ്പ് ഇതുപോലെ ജോലി തപ്പിപ്പോയപ്പോൾ ഒരു ചാലഞ്ചിനെ പറ്റി അറിഞ്ഞ്, അങ്ങനെ ചാലഞ്ച് ജയിക്കണവർക്ക് താർ റോക്സും 10 ലക്ഷം രൂപയും കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞ്. അങ്ങനെ ആ ചാലഞ്ചിനെ പാർട്ടിസിപ്പേറ്റിന് ആ ചാലഞ്ച് ജയിച്ച് അങ്ങനെ കിട്ടിയതാണ് ഈ താർ റോക്സ്. പിന്നെ 10 ലക്ഷം രൂപയും കിട്ടി. ആ 10 ലക്ഷം രൂപ തീരാറായി. ഇപ്പോൾ ആണ് 10,000 രൂപ മാത്രമേ ഉള്ളൂ. 10 ലക്ഷം അത് തീരാറായി ഇപ്പം. അപ്പം ഞാൻ ഇപ്പം 6 മാസമായി ഈ താർ റോക്സും പൈസയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് 10 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ എല്ലാ ചിലവ് നടത്തിയിരുന്നത്. അതിപ്പോൾ തീരാറായി. ഇപ്പോൾ 5,000 എന്തേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇപ്പോൾ ഒന്ന് ജംഗ്ഷനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എന്തെങ്കിലും ജോലി വേക്കൻസിയിലുണ്ടോ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ജോലി വേക്കൻസിയിൽ ഉണ്ടോയെന്ന് പോയി നോക്കിയിട്ട് വരാം. ജോലി വേക്കൻസി ഉണ്ടോയെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, എന്ത് ജോലിയും കിട്ടിയാൽ മതി, നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു ഷോറൂമുണ്ട്. ഒരു ടൊയോട്ടയുടെ ഒരു ഷോറൂമാണത്. അപ്പോൾ നമുക്ക് അവിടെ ജോലി വേക്കൻസിയിൽ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മളാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വല്ല ജോലി വേക്കൻസിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ജോലി എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോറൂമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടി നോക്കി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വണ്ടിയും മറ്റേ 10 ലക്ഷം രൂപയും കിട്ടിയത് എനിക്കൊരു ചാലഞ്ച് വഴിയല്ലേ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ കയറി കണ്ടോളി. ഈ വീഡിയോ കണ്ടിട്ട് കയറി കണ്ടാലും മതി. അപ്പോൾ ഗൈസ്, നമ്മളെ ഷോറൂമിൽ ഒന്ന് കയറി നോക്കാം. ഷോറൂമിൽ ഇവിടെ ആയിട്ട് ഫോർച്യൂണറുണ്ട്, ഫോർച്യൂണർ ലെജൻഡർ, ഇവിടെ എല്ലാം ഉണ്ട്. ലാൻഡ് ക്രൂയിസറുണ്ട്. ഈ 3 വണ്ടിയേ ഉള്ളൂ. മുകളിൽ പോയി നോക്കാം ഏത് വണ്ടിയാണ് ഉള്ളതെന്ന്. മുകളിൽ വണ്ടി കാണുമോ? പോയി നോക്കി നോക്കാം. ഇവിടെ നമ്മൾ വണ്ടി വാങ്ങാൻ വന്നാൽ ഇവിടെ ജോലി വേക്കൻസി വിട്ടോന്ന് ചോദിക്കാൻ വന്നതാണ്. ഗായ്സ്, മുകളിലൊരു സുപ്ര ഇരിക്കണം. സുപ്ര MK5 നീല കളർ. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഇത് എവിടെ പോയ നോക്കാം. താഴെ പോയി നോക്കാം ഇത് എവിടെയാണ് ഇതിൻ്റെ ആളിരിക്കണേന്ന്. എന്നാൽ ഇതിൻ്റെ എവിടെയായിരിക്കും? ഹലോ സാർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ കസ്റ്റമർ അല്ല, ഞാൻ ഇവിടെ ജോലി വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കാൻ വന്നതായിരുന്നു. അതെ സാർ, ഇവിടെ ജോലി വേക്കൻസി ഉണ്ട്. നമ്മളിവിടെ ആളെ തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ജോലിക്ക് കയറിക്കോട്ടെ? അപ്പം ഞാൻ കയറിക്കോ. പിന്നെ വേറൊരു ടാസ്കും കൂടെ ഉണ്ട്. ഇതിൽ ഒരു വണ്ടി വിറ്റാൽ നിന്നെ ജോലിക്ക് കയറ്റാം. അതെന്താ? അപ്പോൾ ഞാൻ ഒരു വണ്ടി വിൽക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ ജോലിക്ക് കയറ്റാമല്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ ഗായ്സ്, നമ്മൾ മറ്റേ ബോസ് ആണെങ്കിൽ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാറിനെ വിറ്റാൽ എന്നെ ഇവിടെ ജോലിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാറിനെ വിൽക്കാം. അതിന് നമ്മൾ കസ്റ്റമറിനെ ഒന്നും കാണാനില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കസ്റ്റമർ വരാത്തുണ്ട്. ഹലോ, പറ സാറേ, എനിക്കൊരു ലാൻഡ് ക്രൂയിസർ വേണമായിരുന്നു. ലാൻഡ് ക്രൂയിസർ അല്ലേ സാറേ? ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കൊള്ളാമല്ലോ.
അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ്? സാറേ ഇത് ഫുൾ ഓപ്ഷനാണ് ലാൻഡ് ക്രൂയിസർ. അതുകൊണ്ട് മറ്റേ കുറച്ച് ഫീച്ചറൊക്കെ ഉണ്ട്. അതുകൊണ്ട് സീറ്റിൻ്റെ ബാക്കിൽ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം, കൂടാതെ അതേപോലെ സൺറൂഫ്, എല്ലാ ഫീച്ചറും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ വില എത്രയാണ്? സാറേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത് ഒരു ഫുൾ ഓപ്ഷനാണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു 4.5 കോടി സംതിങ് ഒക്കെ വരും. 4.5 കോടിയാ? ഓ സാറേ, ഇത് ഫുൾ ഓപ്ഷനാണ്. 4.5 കോടിയല്ല, ഇത് 5 കോടി വരും. കൂടാതെ ബാക്ക് ഇപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ലാൻഡ് ക്രൂയിസർ അങ്ങനെ വിറ്റ് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ബോസ് നേരത്തെ വന്നായിരുന്നു, അപ്പോൾ എന്നെ ജോലിക്കെടുത്തെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി വിൽക്കാനുള്ളത് ഫോർച്യൂണർ ലെജൻഡറും, പിന്നെ മുകളിൽ കിടക്കണ സുപ്രയാണ്, സുപ്ര MK5. അപ്പോൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം അടുത്ത കസ്റ്റമറിന് വേണ്ടി. ഹലോ സാറേ, ഏത് കാറ് വേണം? എനിക്ക് സുപ്ര വേണമായിരുന്നു. സുപ്ര MK5 എപ്പോൾ ഇറങ്ങണം? അതെ സാറേ, സുപ്ര ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ സുപ്ര മുകളിലായിട്ടാണ് ഉള്ളത്. സാറ് പെട്ടെന്ന് കയറി വരൂ. ഓക്കെ, നമുക്ക് മുകളിൽ പോവാം. അപ്പോൾ സാറ് ഇതാണ് നമ്മൾ സുപ്ര MK5. ഇതിൻ്റെ വില എത്ര വരും? ഇതിൻ്റെ വില എന്ന് പറയുമ്പം ഇത് നല്ല കോസ്റ്റ്ലിയാണ്, നല്ല എക്സ്പെൻസീവ് ആണ് ഇത്. അപ്പം ഇതും ഒരു ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുമ്പം ഒരു 10 കോടിക്ക് മുകളിലാവും. 10 കോടിക്ക് മുകളിലോ? അതെ സാർ, 10 കോടിക്ക് മുകളിലാവും ഇതിൻ്റെ വില. അപ്പോൾ അതിന് അത്യാവശ്യം കുറേ ഫീച്ചറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാറ് മേടിക്കാം. ഓക്കെ സാർ. അപ്പോൾ ഗായ്സ്, സുപ്ര അങ്ങനെ വിറ്റ് പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഫോർച്യൂണർ ലെജൻഡറുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കസ്റ്റമറിന് വേണ്ടി വീണ്ടും കാത്തിരിക്കാം. അപ്പോൾ ഗായ്സ്, ഇപ്പം എന്നെ ബോസ് വിളിച്ചിരുന്നു. ഇതിപ്പോൾ ഈ 2 കാറ് കസ്റ്റമറിൻ്റെ വീട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനിപ്പോൾ ട്രക്ക് വരും. അപ്പോൾ ആ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാനാണ്, അവരെ വീട്ടിൽ കൊണ്ടുപോകാനാണ് അടുത്ത ബോസ് പറഞ്ഞത്. അപ്പം നമുക്ക് ട്രക്ക് വരണവരെ വെയിറ്റ് ചെയ്യാൻ, നമുക്ക് വെളിയിറങ്ങി നിൽക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ട്രക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കാറുണ്ടെന്ന് കയറ്റാം. അപ്പോൾ ഗായ്സ്, നമ്മളെ ട്രക്കിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൊണ്ടുപോയി വീട്ടുകളിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ കാണിക്കണം നമ്മൾ മറ്റേ വില്ലേജ് ഇല്ലേ, അവിടെയായിട്ടാണ് ആദ്യത്തെ ലൊക്കേഷൻ കാണിക്കണത്. അപ്പോൾ എന്തായാലും അവിടെ പോവാം. അപ്പോൾ ഗായ്സ്, ആദ്യത്തെ ലൊക്കേഷൻ കാണിക്കണം നമ്മൾ വില്ലേജാണ്. അപ്പോൾ അവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ലൊക്കേഷൻ കാണിക്കണത് ഇവിടെ ആയിട്ടാണ്. നമ്മുടെ വലിയൊരു വീട്ടിലായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം, ഇത് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ വില്ലേജ് എത്തിയൊക്കെയാണ്. നോക്കാണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടിയിലൊക്കെ സ്പാർക്ക് വേണമല്ലേ? സ്ക്രാച്ചായി കാണോ? പറയണ്ട, ആണ് നല്ലത്. വീണ് സ്പാർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആയിട്ടൊക്കെ നിർത്താം. ഓക്കെ, വരി നിർത്തിയേക്കാം. നമുക്ക് ഇറങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഒരു കാറ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അത് ഫോർച്യൂണറാണ്. ഇനി ഫോർച്യൂണർ ലെജൻഡറും കൂടെ ഡെലിവറി ആവുള്ളൂ. അതാണ് നമുക്ക് തിരിച്ച് ഷോറൂമിൽ പോകാം. ഈ ഫോർച്യൂണർ ലെജൻഡർ നേരെ ഈ വീടാണെന്ന് തോന്നുന്നു. ഈ ഫ്ലാറ്റും അല്ലാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കണത്. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഫോർച്യൂണർ ലെജൻഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് ഷോറൂമിൽ വയ്ക്കാനൊക്കെയാണ്. പക്ഷേ ഇപ്പം തന്നെ ബോസ് വിളിച്ചായിരുന്നു. ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞ് ഇനി എൻ്റെ അടുത്ത് വീട്ടിൽ വയ്ക്കോളാൻ. ഞാൻ എൻ്റെ പഴയ വീടിൻ്റെ വഴി കൂടെയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മറ്റേ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കൊരു താർ ഓക്ഷൻ 10 ലക്ഷം രൂപയും കിട്ടിയത്. അതൊരു ചാലഞ്ച് വഴിയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ആ വീഡിയോ ഞാൻ
ഈ വീഡിയോയിൽ ആ വീഡിയോ ഞാനാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും കയറി കണ്ടോ. പിന്നെ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കണം, എൻ്റെ വീഡിയോസിന് കമൻറ്റ് അധികം വരാറൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റ, ചിരിയോ.